ഇതെന്താണ് ക്ലീനിങ് മാത്രമേ ഉള്ളൂ, നമ്മൾ ഇതിനല്ലല്ലോ വന്നേ, കട്ടിങ്ങും ചോപ്പിങ്ങും ഒക്കെ ഉള്ളൂല്ലോ, നമ്മളൊക്കെ എന്ത് തരാത്തേന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഹായ് ഗൈസ്, ഞാൻ ഷെഫ് സാലിം. അപ്പളേ ഞാൻ ഹോട്ടൽ മാനേജ്മെന്റിന് ചേർന്നപ്പോഴേ നമ്മുടെ കിച്ചൺ ട്രെയിനിങ് ഉണ്ടല്ലോ, അപ്പൊ അതിന് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ നേരെ കിച്ചണിലേക്ക് കയറ്റിയിട്ട് നമ്മളോട് അതുണ്ടാക്ക് ഇതുണ്ടാക്ക് ഈ ഫയറിൽ നിന്ന് കുക്ക് ചെയ്യുന്നൊക്കെ പറയുന്നട്ടാ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നെ. അപ്പൊ സംഭവം നേരെ തിരിച്ചറിഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കും അല്ലെങ്കിൽ പിന്നെ ഷോപ്പ് ചെയ്യാനായിരിക്കും പറയാന്ന്. എന്നാ അതുമല്ല കേട്ടാ, അതിലും വലിയൊരു കാര്യമുണ്ട്, കിച്ചൺ ക്ലീനിങ്. ഞാൻ ട്രെയിനിങ്ങിന് കേറിയത് മുതൽ ഷെഫ് എന്റെ അടുത്ത് ഒരു ഒറ്റ കാര്യമാണ് പറഞ്ഞിട്ടുള്ളൂ, എപ്പോഴും ഫുൾ ടൈം കിച്ചൺ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എന്നാണ് പറയാറ്. അപ്പൊ ഈ കിച്ചൺ ക്ലീൻ ആക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല, നല്ല പണിയാ. ഇപ്പോഴും എന്റെ ഷെഫുമാര് പറയും കിച്ചൺ ഷുഡ് ഓൾവേസ് ലുക്ക് ലൈക്ക് എ ഫാർമസി. ഇതൊരു ഫാർമസിയുടെ പോലെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. എത്ര ബിസിയാണെന്ന് പറഞ്ഞാലും നമ്മൾ വർക്ക് ചെയ്യണ ഏരിയ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഓരോ പാഠങ്ങൾ ഞാൻ എന്റെ സീനിയർ ഷെഫുമാരുടെ നിന്ന് പഠിക്കണത്. ഞാൻ ഇപ്പോഴും പഠിച്ചിട്ടൊന്നുമില്ല, ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യണേല് നമ്മളൊരു നാണോ അല്ലെങ്കിൽ ഇതിനാണോ നമ്മൾ വന്ന, ഇതിനാണോ നമ്മൾ ഇത്ര കാശ് കൊടുത്ത് പഠിക്കണമെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ധൈര്യമായിട്ട് ചെയ്തോ. അങ്ങനെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും ഷെഫുമാരാവണേ. അപ്പൊ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വല്ലവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. അപ്പൊ സുലാൻ